വയനാട് ഇപ്പോൾ കടുവയെ തുരത്താൻ കുങ്കിയാനെ എത്തിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വയനാട്ടിലെ കടുവാ ഭീതിയുടെ ആശങ്ക ഒഴിവാക്കാൻ കടുവയെ തുരത്താൻ, കടുവയെ പിടിക്കാൻ ഇപ്പോൾ കോന്നി സുരേന്ദ്രൻ എന്ന നമ്മുടെ കുങ്കിയാനെ ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. ദൃശ്യങ്ങളാണ് പക്ഷേ സുജിത്ത് തുടരാം. സുജിത്ത്, ഇപ്പോൾ കുങ്കിയാനെ അവിടെ എത്തിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത ഈ ഘട്ടം എന്താണ്? എങ്ങനെയാണ് ഇപ്പോൾ ഈ കടുവയെ അകത്താക്കാൻ ശ്രമിക്കുന്നത്? സുഹൈൽ, രണ്ടാമത്തെ കുങ്കിയാനെ കൂടി ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു കോന്നി സുരേന്ദ്രൻ. നേരത്തെ എത്തിച്ചത് വടക്കനാടൻ കൊമ്പൻ എന്നറിയപ്പെടുന്ന വിക്രമിനെയാണ് എത്തിച്ചത്. ഇപ്പോൾ കോന്നി സുരേന്ദ്രൻ കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നു. മുത്തങ്ങയിൽ നിന്ന് ഡ്രൈവർ വിനോദിന്റെ നേതൃത്വത്തിൽ ആ സംഘം ഇവിടെ ഇതാ ആനിമൽ ആംബുലൻസിൽ ഈ ആനയെ ഇവിടേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള ദൗത്യമാണ് നടപ്പാക്കുന്നത്. ഇതിനുശേഷം അല്പസമയത്തിനകം നേരെ ഈ സംഭവം ഉണ്ടായ നേരത്തെ ആനയെ കെട്ടിയ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഏതാണ്ട് ഒരു 600 മീറ്റർ മാത്രം അകലെയാണ് ആ സ്ഥലം. ആ സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് നടത്തി കൊണ്ടുപോകും. ഇതിനുശേഷം ദൗത്യം തുടങ്ങാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇതിനിടയിൽ ഈ കൂടുകൾ എല്ലാം തന്നെ ഒന്ന് റീഅറേഞ്ച്മെന്റ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അമരക്കുനി എന്ന് പറയുന്ന ആ ജംഗ്ഷന് തൊട്ട് മുമ്പിൽ തന്നെ ഒരു വലിയ പറമ്പുണ്ട്. ആ പറമ്പ് കാട് മൂടി കിടക്കുന്ന ഒരു പറമ്പാണ്. ആ പറമ്പിൽ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് അതിന്റെ കാഷ്ടം ഉൾപ്പെടെ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ ഒരു കൂട് സ്ഥാപിക്കാനുള്ള നീക്കം വനംവകുപ്പ് നടത്തുന്നുണ്ട്. ജീവനുള്ള ഒരു ആടിനെയാണ് കെട്ടിയിരിക്കുന്നത്. ബാക്കി 2 കൂടുകൾ റീഅറേഞ്ച് നടത്തണം എന്നുള്ള ആവശ്യം ഡോക്ടർ അരുൺ സക്കറിയെ മുന്നോട്ട് വെച്ചു. അതനുസരിച്ച് ആ ക്രമീകരണം നടത്തുകയാണ് വനംവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ക്യാമറ ട്രാപ്പുകളുടെ ചില അറേഞ്ച്മെന്റും അവർ മാറ്റി തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആനയെ ഇറക്കുകയാണ്. ഇറക്കിയ ശേഷം നേരെ ഈ ഉച്ചയ്ക്ക് ശേഷം ഈ ദൗത്യം തുടങ്ങാനുള്ള നീക്കമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. 4:30 വനംവകുപ്പ് മേധാവി, ഇവിടുത്തെ DFO വയനാട് സൗത്തിന്റെ മേധാവിയായിട്ടുള്ള അജിത് കെ രാമൻ മാധ്യമങ്ങൾ ഒന്നും കൂടി കാണുന്നുണ്ട്. അദ്ദേഹം എന്താണ് നിലവിലെ അവസ്ഥ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ വ്യക്തത തരുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. കാരണം ഈ കടുവ ഈ ഇതിനകത്ത്, അതായത് ഈ വെച്ച ക്യാമറ ട്രാപ്പിനകത്തും ഒപ്പം തന്നെ ഈ നിരീക്ഷണ ക്യാമറയ്ക്കകത്തും കഴിഞ്ഞ 2 ദിവസമായി സൈറ്റിംഗ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതിനിടയിലാണ് തെരച്ചിൽ തുടങ്ങിയത്. ആ തെരച്ചിൽ നടത്തിയ ആ മേഖലയിൽ, അതായത് ഈ ഇതിനകത്ത് അമരക്കുനി ജംഗ്ഷന് സമീപത്ത് തൊട്ട് മുമ്പിലായി കാട് പിടിച്ചു കിടക്കുന്ന ഒരു വലിയ ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിനകത്ത് അതിൻ്റെ ഒരു പ്രസൻസ് എന്നുള്ള തരത്തിൽ ചില വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതേ തുടർന്നാണ് ആ മേഖലയിൽ ഒരു ജീവനുള്ള ആടിനെ, ആട്ടിൻകുട്ടിയെ വെച്ചുകൊണ്ട് കൂട് സ്ഥാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും കോന്നി സുരേന്ദ്രൻ കൂടി എത്തുന്നതോടുകൂടി ദൗത്യം കുറച്ചുകൂടി വേഗത്തിലാക്കാൻ വനംവകുപ്പിന് കഴിയുമെന്നുള്ളതാണ്. നേരത്തെ വാഗേരിയിൽ അരിക്കൊമ്പനെ പിടികൂടുന്ന ദൗത്യത്തിൽ, PT7 പിടികൂടുന്ന ദൗത്യത്തിൽ, അങ്ങനെ വനംവകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ദൗത്യത്തിലും, തണ്ണീർക്കൊമ്പനെ പിടികൂടുന്ന ദൗത്യത്തിലെല്ലാം തന്നെ പ്രാവീണ്യമുള്ള ഒരു കൊമ്പനാണ് ഈ കൊമ്പൻ. അതുകൊണ്ട് തന്നെ ഈ ആനകളെ ഉപയോഗിച്ചുള്ള ഈ ദൗത്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ കടുവ ചാർജ് ചെയ്യില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യർ തിരയുന്നതിനേക്കാൾ കൂടുതൽ സജീവമായ രീതിയിൽ തന്നെ തെരച്ചിൽ നടത്താൻ കഴിയും, കുറച്ചുകൂടി കാര്യമായ രീതിയിൽ തെരച്ചിൽ നടത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കുങ്കിയാനകളെ ഉപയോഗിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ആനയുടെ വടം ഉൾപ്പെടെ അഴിക്കുന്ന ആ നടപടി പൂർത്തിയായി. ഇപ്പോൾ ഇവിടെ നിന്നും ആനയെ കൊണ്ടുപോവുക എന്നുള്ളതാണ്, അതായത് നടത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് ആ ഒരു ഇടപെടൽ. നടത്തിക്കൊണ്ട് തൊട്ട് 600 മീറ്റർ മാത്രം അകലെയുള്ള ആ ബേസ് ക്യാമ്പിലേക്ക് എത്തിക്കും. അവിടെയാണ് ഇപ്പോൾ നിലവിൽ വടക്കനാടൻ കൊമ്പൻ എന്ന് വിളിക്കുന്ന വിക്രമുള്ളത്. വിക്രമിനടുത്തേക്ക് തന്നെ ഈ കോന്നി സുരേന്ദ്രനെയും കൊണ്ടുപോകും. ഇതിനുശേഷം ദൗത്യം തുടങ്ങാനുള്ള നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നത്. മാത്രമല്ല ചില ശാസ്ത്രീയമായ രീതിയിലുള്ള, അതായത് ഈ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, തെർമൽ ഡ്രോൺ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അതൊരു വലിയൊരു സംവിധാനമാണ്. ആ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ജീവജാലങ്ങളെ ഉൾപ്പെടെ കണ്ടെത്താൻ കഴിയുന്ന വിധത്തിൽ ഉള്ള ഒരു സംവിധാനമാണ് ആ തെർമൽ ഡ്രോൺ എന്ന് പറയുന്നത്. ആ ഒരു സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇന്ന് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ധാരാളം ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. ആന എന്ന് പറയുമ്പോൾ ഒരു കൗതുകം, അതുകൊണ്ട് തന്നെ ആളുകൾ ധാരാളം ഇവിടെ തമ്പടിച്ച് നമുക്ക് കാണുന്നുമുണ്ട്.
ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ ആശങ്ക നിഴലിക്കുന്ന ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഈ ആളുകളെ സംബന്ധിച്ച് ഈ ആന ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയുള്ള ഒന്നായതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ കോന്നി സുരേന്ദ്രനെ ഇവിടെ നിന്നും ഇറക്കുന്നു. അതിനുശേഷം നേരെ ഈ താഴേക്ക് കൊണ്ടുപോവുക എന്നുള്ള തരത്തിലുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇവിടെ നിന്നും നടത്തിക്കൊണ്ടുപോവുകയാണ്. അതായത് ഇവിടെയാണ് സുരക്ഷിതമായി ആനയെ ഇറക്കാൻ വേണ്ടി കഴിയുന്ന ഒരു പ്രദേശം എന്നുള്ള നിലക്ക് ഇവിടെ ഒരു തിട്ടയുണ്ട്. ആ തിട്ടയോട് ചേർന്നുള്ള ആ ഭാഗത്താണ് ഇറക്കാൻ വേണ്ടി ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതിനുശേഷം നടത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ്. ആനയെ ഇറക്കാൻ വേണ്ടി അതിൻ്റെ ആനിമൽ ആംബുലൻസിൽ നിന്ന് ആ കമ്പ് ഉൾപ്പെടെ മാറ്റുകയാണ്. അതിനുശേഷം പിറകിലേക്ക് ആനയെ ഇറക്കി ഇവിടെ നിന്നും നേരെ ഈ റോഡ് വഴി താഴേക്ക് എത്തിക്കും. ആ ദൗത്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഈ വനം വകുപ്പുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രമകരമായ ദിവസങ്ങളായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. പ്രത്യേകിച്ച് ചെതലത്ത് റേഞ്ചിൽ ഉൾപ്പെട്ട ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ദിവസങ്ങളായി ക്യാമ്പ് ചെയ്യുകയാണ്. കഴിഞ്ഞ 6 ദിവസമായി ഈ കടുവ വലിയ രീതിയിൽ ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ അലവസരം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ കടുവ ആദ്യം ഇവിടെ എത്തി പിടികൂടിയത് ഒരു നാരകത്തറയിൽ പാപ്പച്ചൻ എന്ന ജോസഫിൻ്റെ ആടിനെയാണ് ആദ്യം പിടികൂടിയത്. അതിനുശേഷം പിന്നീട് അതിൻ്റെ 2 ദിവസം കഴിഞ്ഞതോടുകൂടിയാണ് അടുത്ത ആടിനെ പിടികൂടിയത്. ആ ആട് എന്ന് പറയുന്നത് രതികുമാർ എന്ന് വിളിക്കുന്ന ആളുടെ അവിടെയാണ് പിടികൂടിയത്. ഇപ്പോൾ ആന ഇറങ്ങിയിരിക്കുന്നു. ആന ഇതാ നേരെ പോവുകയാണ്. നേരെ പോകുന്നത് ഈ കേന്ദ്രത്തിലേക്കാണ്. അതായത് ഇവരുടെ ബേസ് ക്യാമ്പായ ഒരു വനംവകുപ്പ് വാച്ചറുടെ വീടാണ് ഉള്ളത്. അവിടേക്കാണ് ഈ കോന്നി സുരേന്ദ്രനെ കൂടി എത്തിക്കുന്നത്. ആ ആന പോകുന്ന ആ കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒപ്പം പോകുന്നുമുണ്ട്. എന്തായാലും ഈ ചട്ടം പഠിച്ച ഈ ആന അത് വലിയ രീതിയിൽ തന്നെ ഈ ദൗത്യത്തെ സഹായകരമായ രീതിയിൽ തന്നെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ തന്നെ ഈ ആനയെ കൊണ്ടുപോകുന്ന ആ ഒരു ദൗത്യത്തിലേക്ക് വനംവകുപ്പ് വേഗത്തിൽ തന്നെ എത്തിക്കുന്നത്. എന്തായാലും നമുക്ക് കാണാൻ കഴിയുന്നു ദൃശ്യത്തിൽ ഈ ആനയെ കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. കോന്നി സുരേന്ദ്രൻ കൂടി എത്തുന്നതോടുകൂടി സ്വാഭാവികമായും ഈ ദൗത്യത്തിന് വേഗം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ DFO അജിത് കെ രാമൻ നേരിട്ട് തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. മാത്രമല്ല അതോടൊപ്പം തന്നെ മറ്റ് ആളുകൾ, അതായത് മറ്റ് വനംവകുപ്പിൻ്റെ ഭാഗമായുള്ള മറ്റ് ഡോക്ടർ അരുൺ സക്കറിയ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. അതോടൊപ്പം ഇവിടുത്തെ ചെതലത്ത് റേഞ്ചിലെ റേഞ്ച് ഓഫീസർ രാജീവ് ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. അങ്ങനെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആനയെ ഇപ്പോൾ ഇവിടെ നിന്നും ഏതാണ്ട് ഒരു 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. സുജിത, കഴിഞ്ഞ 5-6 ദിവസമായി ഈ അമരക്കുനിയുടെ ഉറക്കം കെടുത്തിയ കടുവയെ പിടികൂടാൻ അല്ലെങ്കിൽ കടുവയെ കൂട്ടിലാക്കാൻ ഇപ്പോൾ സുരേന്ദ്രനും വിക്രമനൊക്കെ എത്തിക്കഴിഞ്ഞു. വലിയ പ്രതീക്ഷയിലായിരിക്കും അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായും. പൊതുവെ നമ്മൾ ഈ PT-7 മരിക്കൊമ്പിനേക്ക് പിടിക്കുന്നതിൽ ഇത്തരത്തിൽ കുങ്കിയാനകളുടെ ഒരു സക്സസ് റേറ്റ് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അവിടുത്തെ പ്രധാന പ്രശ്നം കഴിഞ്ഞ 2 ദിവസം ഇതിന്റെ വിസിബിലിറ്റി അത് എവിടെ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു അനുമാനത്തിൽ അത് തിരിച്ച് കാട്ടിലേക്ക് പോയിട്ടുണ്ടോ എന്ന സംശയം വനം വകുപ്പിനുണ്ടോ ഈ ഘട്ടത്തിൽ? വിസിബിലിറ്റിയുടെ കാര്യം മാത്രമല്ല, കാരണം ഈ 2 ദിവസമായി ക്യാമറ ട്രാപ്പിൽ ഇത് പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമാണ് വനംവകുപ്പ് വിശദീകരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എന്തായാലും അവിടെ ദൗത്യം ഉടൻ തുടങ്ങും. ഈ മയക്കുവെടി വെക്കാനുള്ള സംഘമടക്കം അവിടെയുണ്ട്. കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ക്യാമറ ഫെസിലിറ്റി ഉണ്ട്, അങ്ങനെ ആവുന്ന തെർമൽ സ്കാനിംഗ് ഉണ്ട്. അങ്ങനെ ആവുന്ന എല്ലാ ഫെസിലിറ്റികളും സജ്ജീകരണങ്ങളുമായി നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന, അവരെ ഭീതിയിലാഴ്ത്തുന്ന കടുവയെ പിടികൂടാൻ, കടുവയെ കൂട്ടിലാക്കാൻ നടപടിക്രമങ്ങൾ വയനാട് അമരക്കുനിയിൽ പുരോഗമിക്കും.